ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇതാ ഇവിടേക്കാണ്. ഇത് അച്ചൻകോവിൽ ഫോറസ്റ്റ് ആണ്. കേരളത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഫോറസ്റ്റ് റൂട്ടുകളിൽ ഒന്ന്. സഞ്ചരിക്കുന്ന റോഡുകളെല്ലാം വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് ഏത് ഭാഗത്ത് നിന്ന് വന്യജീവികൾ പെട്ടെന്ന് റോഡിലേക്ക് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ വനപാതയിലൂടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായി നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിലെ ഞാവനാൽ ചെക്ക് പോസ്റ്റിലൂടെയാണ് അച്ചൻകോവിൽ ഫോറസ്റ്റിലേക്ക് കടക്കേണ്ടത്. ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പായുള്ള തേക്കും കാടുകൾ ഇവയെല്ലാം വെച്ചുപിടിപ്പിച്ചതാണ്. കോന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലായിട്ടാണ് ഞാവനാൽ ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്നും രാവിലെ 11:30 ഇറങ്ങിയ ഞങ്ങൾ ഞാവക്കൽ ചെക്ക് പോസ്റ്റിൽ ഏകദേശം 2:30 മണിയോടുകൂടി എത്തിച്ചേർന്നു. ഇവിടെയുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയിലെ ആളുകളുടെ എണ്ണവും വണ്ടിയുടെ നമ്പറും വണ്ടിയിലെ ഒരു വ്യക്തിയുടെ ഫോൺ നമ്പറും കൊടുത്തതിന് ശേഷമാണ് നമ്മളെ ഫോറസ്റ്റിലൂടെ കടത്തിവിടുന്നത്. ഞാവനാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും 33 കിലോമീറ്ററാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളിലേക്കുള്ള ദൂരം. ഈ 33 കിലോമീറ്ററും നമ്മൾ കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കാട്ടിലൂടെ പോകുന്ന വഴിയിലാണ് ഈ കാണുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവും സ്ഥിതി ചെയ്യുന്നത്. അച്ചൻകോവിലാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ പുരാതന ക്ഷേത്രമാണ് ഊരാളി അപ്പൂപ്പൻ കാവ്. അങ്ങനെ കുറച്ചു ദൂരം ഓടിയെത്തിയപ്പോൾ ഞങ്ങൾ ഈ ഒരു പാലത്തിന്റെ മുകളിലായി എത്തിച്ചേർന്നു. ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് ഒരു കോളനിയിലേക്കാണ്. ഈ പാലത്തിന് തൊട്ട് താഴത്തായി ഒഴുകുന്ന നദിയാണ് അച്ചൻകോവിൽ നദി. വേനൽക്കാലമായിരുന്നതിനാൽ നദിയുടെ മിക്ക ഭാഗവും വറ്റിയ പരുവത്തിലായിരുന്നു കാണപ്പെട്ടത്. അങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് കുറച്ച് കുരങ്ങൻ കൂട്ടങ്ങൾ പോകുന്നത് കണ്ടത്. അതിൽ ഒരു കുരങ്ങ് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുവാൻ കൊടുക്കുമോ എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. വനമായതുകൊണ്ട് വനത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് നമ്മുടെ പുറകിൽ നിന്ന് മാറില്ല. അങ്ങനെ അവിടുന്ന് വീണ്ടും മുമ്പോട്ടായി സഞ്ചരിച്ചപ്പോൾ ഒരു മയിൽ നിൽക്കുന്നു. മയിലുകൾ ഒത്തിരിയുള്ള ഒരു വനപ്രദേശം കൂടിയാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ്. അങ്ങനെ അവിടുന്നും കുറച്ച് മുമ്പോട്ടായി സഞ്ചരിച്ചപ്പോൾ കാടിനുള്ളിലേക്ക് എന്തോ മറഞ്ഞതായി ഒരു തോന്നൽ. ഒരു കാട്ടിയായിരുന്നു അത്. ആള് ഒറ്റയ്ക്കേ ഉള്ളൂ. കുറച്ചു നേരം ഞങ്ങൾക്ക് പോസ് ചെയ്ത് തന്നിട്ട് ആളുടെ വഴിക്ക് അങ്ങ് കയറിപ്പോയി. അടുത്തതായി കണ്ടത് ഒരു സെറ്റ് മയിലുകളെയാണ്. കണ്ടില്ലേ, റോഡിന്റെ നടുക്കൂടെ നടന്നു വരുന്നത്. അവരുടെ സ്ഥലമല്ലേ, നമ്മളല്ലേ സത്യത്തിൽ കയ്യേറി ചെല്ലുന്നത്. സോ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അവരിതാ സൈഡിലോട്ട് കയറി പയ്യെ പോയി. അങ്ങനെ നെക്സ്റ്റ് സൈറ്റിംഗ് ആയിരുന്നു ഈ കാണുന്ന കാട്ടുകോഴികൾ. നാട്ടിലെ കോഴികളെ അപേക്ഷിച്ച് ഇവകൾക്ക് സ്പീഡ് കൂടുതലും പറക്കാനുള്ള കഴിവുമുണ്ട്. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ റോഡിൽ തന്നെ ഒരു ഉടുമ്പ് കിടക്കുന്നു. കുറച്ചു നേരം ആശാനവിടെ കിടന്നിട്ട് പിന്നെ അങ്ങ് പയ്യെ എണ്ണീറ്റ് സൈഡിലോട്ട് മാറി തന്നു. അടുത്ത സൈറ്റിംഗ് ഈ ഒരു പ്രത്യേക തരം കിളിയായിരുന്നു. ഇത് പ്രാവാണോ എന്നൊന്നും അറിയില്ല. തലഭാഗത്ത് ഒരു വെള്ള വരയുമുണ്ട്. അങ്ങനെ കാട്ടിലൂടെ പോയി ഞങ്ങളിതാ കാട്ടാനയും കണ്ടു. നേരം അല്പം വൈകി തിറങ്ങിയിട്ടുണ്ട്. ആള് വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ്. ആള് ഞങ്ങളെ കണ്ടതും അവിടെ നൈസായിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് നിന്നു. ഇവന്മാരേതാണ് എന്ന നോട്ടത്തിലാണ് ആള് നിൽക്കുന്നത്. അങ്ങനെ അധികം വീക്ഷണത്തിന് നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് മുമ്പോട്ടായി സഞ്ചരിച്ചു.
അവസാനം അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുമ്പിലായി എത്തിച്ചേർന്നു. ഇത് ജനവാസ മേഖലയാണ്. ശത്രുക്കളെ പേടിച്ചും ഭക്ഷണത്തിനു വേണ്ടിയും ആയുധ കാട്ടുപന്നികൾ ഇവിടേക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ കയറി ദർശനവും ചെയ്ത് ഞങ്ങൾ തിരിച്ച് ആലപ്പുഴയ്ക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് മ്ലാവിൻ കൂട്ടത്തെ കാണാൻ സാധിച്ചു. ഞങ്ങളുടെ വണ്ടിയുടെ വെളിച്ചം കണ്ടപ്പോൾ തന്നെ മ്ലാവുകളെല്ലാം കാടിനുള്ളിലേക്കായി കയറിപ്പോയി.